ഹലോ ഫ്രണ്ട്സ്, മൂവി അപ്ഡേറ്റ്സ് ചാനലിലേക്ക് സ്വാഗതം. എക്ക എന്ന് പറഞ്ഞ പടത്തിൻ്റെ ഒഫീഷ്യൽ ടീച്ചർ പുറത്തിറങ്ങിയിട്ടുണ്ട്. യൂട്യൂബിൽ ഇപ്പോൾ ട്രെൻഡിങ്ങിലൊക്കെയാണ്. പിന്നെ ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ എന്ന് പറഞ്ഞ പടത്തിൻ്റെ ഒരു പുതിയ പോസ്റ്റർ കണ്ടിട്ടുണ്ട്. ഒന്നുമില്ല, മെയ് 16 തീയതി പടം റിലീസാവുന്നുള്ള ഒന്നുകൂടി അറിയിച്ചിട്ടുള്ളതാണ്. പിന്നെ മരണമാസം എന്ന് പറഞ്ഞ പടത്തിൻ്റെ സക്സസ് ടീച്ചർ പുറത്തിറങ്ങിയിട്ടുണ്ട്. പിന്നെ വീരചന്ദ്രഹാസം എന്ന് പറഞ്ഞ പടത്തിൻ്റെ ട്രെയിലർ പുറത്തിറങ്ങിയിട്ടുണ്ട്. പിന്നെ ഗാംഗേഴ്സ് എന്ന് പറഞ്ഞ പടത്തിൻ്റെ സ്പോട്ട്ലൈറ്റ് എന്ന് പറഞ്ഞൊരു സംഭവം വെച്ചാൽ സ്നീക്ക് പീക്ക് വരത്ത ഒരു സംഭവമാണ്, അത് പുറത്തിറങ്ങിയിട്ടുണ്ട്. പിന്നെ ആട് 3 എന്ന് പറഞ്ഞിട്ടുള്ള പടത്തിൻ്റെ ഒരു സ്ക്രിപ്റ്റ് ബുക്ക് ഇങ്ങനെ വെച്ചിട്ടുള്ള രീതിയിലുള്ള ഒരു ഫോട്ടോ ഇട്ടിട്ടുണ്ട്, ഞാൻ സ്ക്രീനിൽ കാണിക്കാം. പിന്നെ ലവ്ലി എന്ന് പറഞ്ഞിട്ടുള്ള മാത്യു തോമസിൻ്റെ പടത്തിൻ്റെ ഒരു പുതിയ പോസ്റ്റർ വന്നിട്ടുണ്ട്, എക്സ്പീരിയൻസ് ഇൻ 3D എന്ന് പറഞ്ഞിട്ടുള്ള രീതിയിൽ. പിന്നെ പടത്തിൻ്റെ 8 days to go പോസ്റ്റർ വന്നു. പിന്നെ ടൂറിസ്റ്റ് ഫാമിലി എന്ന് പറഞ്ഞ പടത്തിൻ്റെ 7 days to go പോസ്റ്റർ വന്നു. പടത്തിൻ്റെ യുക്കലത്തെ ടിക്കറ്റിൻ്റെ ബുക്കിംഗ് ഒക്കെ ഓപ്പൺ ആയിട്ടുണ്ട്. പിന്നെ വല്ലമ്മ എന്ന് പറഞ്ഞിട്ടുള്ള പ്രേംകി അഭിനയിക്കുന്ന പടത്തിൻ്റെ 1 day to go പോസ്റ്റർ വന്നു. പിന്നെ ജുവൽ തീഫ് എന്ന് പറഞ്ഞിട്ടുള്ള ഇന്നാണ് റിലീസാവുന്നത്, ഇപ്പോൾ റിലീസായിട്ടുണ്ടാവും ഓൾറെഡി നെറ്റ്ഫ്ലിക്സിൽ. പിന്നെ ഫിനിക്സ് എന്ന് പറഞ്ഞ പടത്തിൻ്റെ ഒരു അപ്ഡേറ്റ് ഇന്ന് 6 മണിക്ക് വരുന്നുണ്ട്, എന്താണെന്നുള്ള അറിയില്ല, കണ്ടോ നോക്കണേ വേണം. പിന്നെ തുടരുന്ന പറഞ്ഞിട്ടുള്ള മോഹൻലാലിൻ്റെ പടത്തിൻ്റെ തമിഴ്നാട് തിയേറ്റർ ലിസ്റ്റ് വന്നിട്ടുണ്ട്. പിന്നെ കർണാടക തിയേറ്റർ ലിസ്റ്റ് വന്നിട്ടുണ്ട്. പിന്നെ ആന്ധ്രാപ്രദേശിലത്തെയും തെലങ്കാനയിലത്തെയും വന്നിട്ടുണ്ട് തിയേറ്റർ ലിസ്റ്റ്. പിന്നെ നോർത്ത് ഇന്ത്യയിലത്തെ തിയേറ്റർ ലിസ്റ്റ് വന്നിട്ടുണ്ട്. പിന്നെ കേരളത്തിലത്തെ അത് ഞാൻ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. പിന്നെ പടത്തിൻ്റെ കേരളത്തിലത്തെ ഇതുവരെയുള്ള പ്രീ സെയിൽസ് കളക്ഷൻ 2.33 കോടിയാണ് ആയിട്ടുള്ളത്. എന്തായാലും 2025 ഏറ്റവും കൂടുതൽ പ്രീ സെയിൽസിലൂടെ കളക്ഷൻ നേടിയ പടം എമ്പുരാനാണ്, 12.38 കോടി. അതിൻ്റെ തൊട്ട് താഴെ തുടരുന്ന പറഞ്ഞിട്ടുള്ള ആളാണ് 2.33 കോടിയായിട്ട്. 3-ാം സ്ഥാനത്ത് ബസൂക്ക ഉണ്ട് 1.50 കോടിയായിട്ട്. 4-ാം സ്ഥാനത്ത് ആലപ്പുഴ ചുമക്കാനാണ് 1.40 കോടിയായിട്ട്. പിന്നെ മോഹൻലാലിൻ്റെ ബർത്ത്ഡേ ആയിട്ട് മെയ് 21 തീയതി ചോട്ടാ മുംബൈ റീ റിലീസിന് വരും എന്നുള്ള പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്, അപ്പോൾ അതിൻ്റെ ഫോട്ടോ ഇട്ടിട്ടുണ്ട്, ഞാൻ സ്ക്രീനിൽ കാണിക്കാം. പിന്നെ ഗുഡ് ബൈ ഡഗ്ലി എന്ന് പറഞ്ഞിട്ടുള്ള അജിത് കുമാറിൻ്റെ പടത്തിൻ്റെ 2 ആഴ്ചത്തെ വേൾഡ് വൈഡ് കളക്ഷൻ 270 കോടിയിലും കൂടുതലാണെന്നുള്ള അറിയിച്ചിട്ടുണ്ട്. എന്തായാലും തമിഴ്നാട്ടിന് മാത്രം ഈ പടം 172.3 കോടിയിലും കൂടുതൽ നേടിയിട്ടുണ്ട്. പിന്നെ റെട്രോ എന്ന് പറഞ്ഞ പടത്തിൻ്റെ ജർമ്മനിയിലത്തെ തിയേറ്റർ ലിസ്റ്റ് വന്നിട്ടുണ്ട്. പിന്നെ ഈ പടത്തിൻ്റെ പ്രീ റിലീസ് വേണ്ടി ഏപ്രിൽ 26 തീയതി നടക്കുന്നുണ്ട് ഹൈദരാബാദിൽ വെച്ചിട്ട് JRC കൺവെൻഷനിൽ 6 മണി മുതൽ. അപ്പോൾ അതിൽ ചീഫ് ഗസ്റ്റ് എത്തുന്ന വിജയ് ദേവരകൊണ്ട എന്നുള്ള അറിയിച്ചിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ കുറച്ച് സ്റ്റിൽസും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്, അത് ഓടി അതിൻ്റെ ട്രെയിലർ ലോഞ്ചിൻ്റെ അന്ന് കിട്ടിയ സ്റ്റിൽസാണ്. പിന്നെ സൂര്യയുടെ അടുത്തായിട്ട് വരാൻ പോകുന്ന പടമാണ് സൂര്യ 46 എന്ന് പറഞ്ഞിട്ടുള്ളത്. 45 ഉണ്ട്, അത് കഴിഞ്ഞിട്ട് ഒരാളാണ് 46, വെങ്കി അറ്റ്ലൂർ എടുക്കുന്നു പറയുന്ന പടം. ആ പടത്തിൻ്റെ അനൗൺസ്മെൻറ്റ് മിക്കവാറും മെയിൽ തന്നെ ഉണ്ടാവും എന്നാണ് കേൾക്കാൻ സാധിക്കുന്നത്. പിന്നെ പടത്തിൻ്റെ റിലീസ് മിക്കവാറും 2026 ഏപ്രിലായിരിക്കും എന്നുള്ള കേൾക്കുന്നുണ്ട്. എന്തായാലും ഈ പടത്തിൽ നായികയായി എത്തുന്നത് മമിത വൈജ എന്നുള്ള രീതിയിൽ കേട്ടിരുന്നു. പിന്നെ അതിൻ്റെ ഇടയ്ക്കിപ്പോൾ ഭാഗ്യശ്രീ ബോർസ ആയിരിക്കും നായികയായി എത്തുക എന്നുള്ള കേട്ടിരുന്നു. പിന്നെ ഇപ്പോൾ കേൾക്കുന്നത് എന്താ വെച്ചാൽ കീർത്തി സുരേഷ് പടത്തിലൊരു കഥാപാത്രം ചെയ്യേണ്ടതെന്നുള്ളതാണ്, ഏത് കഥാപാത്രം എന്നുള്ള അറിയില്ല. പിന്നെ ജയിലർ 2 എന്ന് പറഞ്ഞിട്ടുള്ള അനൗൺസ് ചെയ്തിരുന്നു, ജയിലർ എന്ന് പറഞ്ഞ പടത്തിന് ശേഷം. എന്തായാലും അതിൻ്റെ അനൗൺസ്മെൻറ്റ് വീഡിയോ വന്നാണ്, ഗംഭീര സാധനം തന്നെയായിരുന്നു. എന്തായാലും ഈ പടത്തിൽ ഫഹദ് ഫാസിൽ ജോയിൻ ചെയ്യാൻ പോകുക എന്നുള്ള രീതിയിൽ കേൾക്കുന്നുണ്ട്. ഇപ്പോഴും റൂമറായി കേൾക്കുന്നതാണ് ആൾ ഇതിൽ ഉണ്ട് എന്നുള്ള ലെവലിലൊക്കെ, പക്ഷേ ആൾ ഇതിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി റെഡി ആയിട്ടുണ്ട് എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ കേൾക്കാൻ സാധിക്കുന്നത്. എന്തായാലും വേട്ടയെന്ന് പറഞ്ഞ പടത്തിൽ രണ്ടാൾക്കാർ ഒന്നിച്ചിട്ടുണ്ടായിരുന്നു, അതിനുശേഷം ഇതിൽ ഒന്നിക്കും എന്നുള്ള കണ്ടറിയാം. പിന്നെ ബ്രൊമാൻസ് പറഞ്ഞിട്ടുള്ള മലയാള പടം റിലീസായിരുന്നു തിയേറ്ററിൽ, അപ്പോൾ അത് OTT റിലീസായിട്ടില്ല. അതിപ്പോൾ ഈ മെയ് 1 തീയതി സോണി ലിവിലൂടെ പുറത്തിറങ്ങുമെന്നുള്ള അറിയിച്ചിട്ടുണ്ട്. മലയാളം, ഹിന്ദി, തമിഴ്, തെലുങ്ക് എന്ന് പറഞ്ഞാൽ 4 ഭാഷകളിലായിരിക്കും പുറത്തിറങ്ങിയ. സോണി ലിവ് അതിൻ്റെ തന്നെ ഞാൻ എന്ന് പറയാനുള്ള പോലെ അതിൻ്റെ ഒരു ദിവസം മുന്നേ എന്ന് വെച്ചാൽ ഏപ്രിൽ 30 തീയതി രാത്രിയൊക്കെ ആകുമ്പോഴത്തേനും റിലീസാവുണ്ടായിരിക്കും OTT. പിന്നെ വീരധീര സൂര്യൻ പാർട്ട് 2 എന്ന് പറഞ്ഞിട്ടുള്ള ആമസോൺ പ്രൈമിലൂടെ സ്ട്രീമിംഗ് ആയിട്ടുണ്ട്. തമിഴ്, തെലുങ്ക്, ഹിന്ദി, മലയാളം, കന്നഡ തന്നെ 5 ഭാഷകളിലാണ് പുറത്തിറങ്ങിയിട്ടുള്ളത്. എന്തായാലും പടം ഞാൻ കണ്ടായിരുന്നു, വലിയ ഒരു സംഭവമായിട്ടൊന്നുമില്ല, എന്നാലും അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു പടമായിട്ടുണ്ട്. ഇതിൻ്റെ റേറ്റിംഗ് പറയുകയാണെങ്കിൽ 10 ആയിട്ട് കൊടുക്കും. പിന്നെ ഹിറ്റ്ലർ തേർഡ് കേസ് എന്ന് പറഞ്ഞ പ്രീ റിലീസ് വേണ്ടി നടക്കാൻ പോവാണ് JRC കൺവെൻഷനിൽ വെച്ചിട്ട് 6 മണി മുതൽ, അത് ഏപ്രിൽ 27 തീയതി അറിയിച്ചിട്ടുണ്ട്. നേരത്തെ റെട്രോ പറഞ്ഞ 26 തീയതി ആയിരുന്നു. പിന്നെ ഇവിടത്തിൻ്റെ 7 days to go പോസ്റ്റർ വന്നിട്ടുണ്ട്, ഗംഭീര പോസ്റ്റർ ആയിട്ട് ഞാൻ തോന്നി. ഇവരുടെ പോസ്റ്റേഴ്സൊക്കെ ഹൈ ക്വാളിറ്റി സാധനം തന്നെയാണ്, വേറെ ലെവൽ സാധനം തന്നെയാണ്. പിന്നെ ഈ പടത്തിൻ്റെ ഫസ്റ്റ് ഹാഫ് ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ ആയിരിക്കും, സെക്കൻഡ് ഹാഫ് സർവൈവൽ ത്രില്ലർ ആയിരിക്കും എന്നുള്ളതാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. എന്തായാലും ഗംഭീരമായി വരട്ടെ. പടത്തിന് സർട്ടിഫിക്കറ്റ് ആണ് കിട്ടിയിട്ടുള്ളത്. പടത്തിൻ്റെ റൺ ടൈം ആയി നിൽക്കുന്നത് 2 മണിക്കൂറും 37 മിനിറ്റും 6 സെക്കൻഡുമാണ്. പിന്നെ പടത്തിൻ്റെ തേർഡ് സിംഗിൾ വരാൻ പോവാണ് ഏപ്രിൽ 25 തീയതി, എന്ന് വെച്ചാൽ ഇന്ന് 4/5. അപ്പോൾ അതിൻ്റെ പ്രൊമോ പുറത്തിറക്കിയിട്ടുണ്ട്, എങ്ങനെ ഉണ്ടാവുന്നുള്ള കണ്ടന്റ് അറിയണം. എന്തായാലും അനിരുദ്ധാണ് പാട്ട് പാടിയിട്ടുള്ളത്. പിന്നെ നരിവേട്ട എന്ന് പറഞ്ഞ പടത്തിൻ്റെ ട്രെയിലർ വരുന്ന പറഞ്ഞായിരുന്നു, അത് ദുൽഖർ സൽമാനാണ് ലോഞ്ച് ചെയ്യാന്നുള്ള അറിയിച്ചിട്ടുണ്ടായിരുന്നു ഇന്നലെ 8:10. എന്തായാലും ട്രെയിലർ പുറത്തിറങ്ങിയിട്ടുണ്ട്, നല്ല ട്രെയിലർ ആയിട്ടാണ് തോന്നി. ഒരു സീരിയസ് വിഷയം തന്നെയാണ് കൈകാര്യം ചെയ്യുന്നത്. ട്രെയിലറിൽ എന്തായാലും അതിൻ്റെ ഒരു നിഗൂഢത ഒളിപ്പിച്ചിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. എന്തായാലും നിങ്ങൾക്ക് ഈ ട്രെയിലറിനെ കുറിച്ചുള്ള അഭിപ്രായം താഴെ കമന്റ് ചെയ്യുക. പിന്നെ സർക്കിറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ആസിഫലിൻ്റെ പടത്തിന് ട്രെയിലർ വരുമെന്ന് പറഞ്ഞിട്ടും അതും വന്നിട്ടുണ്ട്, അതൊരു കുഴപ്പമില്ലാത്ത ട്രെയിലർ ആയിട്ടാണ് തോന്നിയത്, വലിയ സംഭവമായിട്ടൊന്നും തോന്നിയില്ല. എന്തായാലും 2 പേരുടെ ഗംഭീരമാവട്ടെ. എന്തായാലും 2 ട്രെയിലറിനെ കുറിച്ചുള്ള അഭിപ്രായം താഴെ കമന്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ അപ്ഡേറ്റ്സ് കിട്ടാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടപ്പിലേക്കും ലുക്കിയാർത്ത വീഡിയോ കാണുന്നവരേക്കും ബൈ.